സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം അത് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയിലേക്കും വിവാദങ്ങളിലേക്കുമൊക്കെ വഴിമാറുന്നതിനിടെ ഇപ്പോൾ പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണ് NSS. പിണറായി സർക്കാർ ശബരിമല ആചാരം സംരക്ഷിക്കുമെന്ന് NSSന് ഇപ്പോൾ വിശ്വാസമുണ്ട് എന്ന് വൈസ് പ്രസിഡന്റ് N. സംഗീത് കുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അവിശ്വാസികൾ അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന BJP ആരോപണവും NSS തള്ളി. 2025-ഉം 2026-ഉം തെരഞ്ഞെടുപ്പ് വർഷങ്ങളാണ്. NSSനെ പിണക്കി മുന്നോട്ട് പോകാൻ ഇടത് സർക്കാർ അതുകൊണ്ട് ആഗ്രഹിക്കുന്നുമില്ല. ശബരിമല ആചാരത്തിന് വിരുദ്ധമായി ഇനി സർക്കാർ മുൻകൈയെടുത്ത യുവതികളെ അവിടെ കയറ്റില്ലെന്ന് NSSന് ഉറപ്പാണ്. NSS നിലപാട് വൈസ് പ്രസിഡന്റ് N. സംഗീത് കുമാർ മാതൃഭൂമി ന്യൂസിനോട് മനസ്സ് തുറക്കുന്നു. അതെല്ലാം പരിഹരിച്ചല്ലോ. ഇനിയിപ്പം നമ്മൾ പഴയ കാര്യത്തിനെ കുറിച്ച് പരാമർശിച്ചിട്ട് വലിയ കാര്യമില്ല. NSSന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. CPM-ഉമായി അകന്ന NSSന്റെ പിണക്കം മാറി. ശബരിമല വിഷയത്തിലെ പ്രായച്ചിത്തം പോലെ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തുമ്പോൾ പൂർണ്ണ പിന്തുണയാണ്. ഞങ്ങൾക്ക് നായർ സർവീസ് സൊസൈറ്റിക്ക് സർക്കാരിൽ പൂർണ്ണ വിശ്വാസമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ആഗോള സംഗമം ഭക്തന്മാർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും എല്ലാം ഉള്ള ഒരു വേദിയായി മാറും. അവിടുത്തെ ആചാരങ്ങളും അവിടുത്തെ വിശ്വാസവും എല്ലാം സംരക്ഷിച്ച് ഈ സംഗമവുമായിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം. ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിപക്ഷം കാണുന്ന ഹിന്ദു പ്രീണനം NSS ഏറ്റെടുക്കുന്നില്ല. അവിശ്വാസികളുടെ സംഗമമാണെന്ന BJP സംഘപരിവാർ നിലപാടും NSS തള്ളിക്കളഞ്ഞു. എല്ലാ കാലത്തും വിശ്വാസികൾ തന്നെ സർക്കാരിന് നേതൃത്വം കൊടുക്കണമെന്ന് അങ്ങനെ പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ലല്ലോ. അവരിലും പലരും വിശ്വാസികളാണ്. അപ്പം അങ്ങനെയൊന്നും നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവർ ഒരു മതേതര സർക്കാർ എന്നുള്ള നിലയിൽ എല്ലാ മതത്തിനെയും സംരക്ഷിക്കാനും എല്ലാ വിശ്വാസികൾക്കും സംരക്ഷണം കൊടുക്കാനും എല്ലാം ബാധ്യസ്ഥരാണ്. LDF-ഉമായുള്ള പിണക്കം മാറുമ്പോൾ NSS സമദൂര സിദ്ധാന്തം ഉറപ്പിക്കുകയാണ്. അകന്നുനിന്ന LDF-ന് ആശ്വാസവും UDF-നും BJP-ക്കും ആശങ്ക ഉണ്ടാക്കുകയാണ് NSS നിലപാട്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.